ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എന്തും സംഭവിക്കുന്ന തരത്തിലോട്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണങ്ങളൊക്കെ തന്നെ വളരെ വലിയ തോതിൽ കൊഴുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള ദേശീയ സർവേ റിസൾട്ടുകൾ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള സർവേ റിസൾട്ടുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NDA അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം രണ്ടു കൂട്ടർക്കും വളരെ നിർണായകമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാട്രിക്സ് ആൻഡ്സ് അഭിപ്രായ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന സർവേയാണ് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടി എന്നാണ് ഈ സർവേയിൽ വ്യക്തമാകുന്നത്. NDAക്ക് ലഭിക്കുന്ന സീറ്റുകളാണ് വളരെയധികം ഞെട്ടിപ്പിച്ചതെന്ന് പറയുന്നത്. അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാട്രിക്സ് ആൻഡ് IANS അഭിപ്രായ സർവേ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാട്രിക്സ് അഭിപ്രായ സർവേയിൽ മഹാസഖ്യം ഗണ്യമായിട്ടുള്ള വലിയ പരാജയം നേരിടുമെന്ന് തന്നെയാണ് ഇത് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സർവേ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. സർവേ വിശ്വസിക്കാമെങ്കിൽ JDUവിന്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചേക്കാമെന്നും പറയുന്നു. മെട്രിക്സ് ബീഹാർ അഭിപ്രായ വോട്ടെടുപ്പിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മെട്രിക്സ് നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിലാണ് ബീഹാറിൽ NDAക്ക് മുൻതൂക്കം ലഭിക്കുന്നതായി സർവേയിൽ പറയുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നതായും ഈ ഒരു സർവേയിൽ പറയുന്നു. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിക്കുന്ന സീറ്റുകൾ ഇത്രയാണ്. അതായത് 150 മുതൽ 160 സീറ്റുകൾ നേടാനാകുമെന്നാണ് മെട്രിക്സ് അഭിപ്രായ സർവേ പറഞ്ഞിരിക്കുന്നത്. വലിയ ഒരു നേട്ടമാണ് ഈ ഒരു സീറ്റ് കണക്കെന്ന് പറയുന്നത്. ഇത് BJP NDA നേടുകയാണെങ്കിൽ തീർച്ചയായും മഹാസഖ്യത്തിന് 70 മുതൽ 80 സീറ്റുകൾ നേടാനാകുമെന്നും മറ്റുള്ളവർക്ക് 9 മുതൽ 12 സീറ്റുകൾ നേടാനാകുമെന്നാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ NDAക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അട്ടിമറി വിജയം നേടാനാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതേസമയം ഇന്ത്യ സഖ്യത്തിന് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് 70 മുതൽ 80 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. മറ്റുള്ളവർക്കാണെങ്കിൽ 9 മുതൽ 12 സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നു. NDAക്ക് ഇനി വോട്ട് ശതമാനം നോക്കുമ്പോൾ 49% വോട്ട് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സർവേ. മഹാസഖ്യത്തിന് 36% ലഭിക്കുമെന്നും പറയുന്നു. അതേസമയം മറ്റുള്ളവർക്ക് 15% വോട്ടും സർവേ പ്രവചിച്ചിരിക്കുകയാണ്. ഇനി NDAയിലും മഹാസഖ്യത്തിലും ഓരോ പാർട്ടിക്കും എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് ഈ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. NDAയിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP ഉയർന്നു വന്നേക്കാമെന്നും BJPക്ക് 80 മുതൽ 85 സീറ്റുകൾ വരെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത്. JDUവിന് 60 മുതൽ 65 സീറ്റുകൾ വരെയും ഈ സർവേ വ്യക്തമാക്കുന്നു. HAMന് 3 മുതൽ 6 സീറ്റുകൾ വരെയും LJP-R-ന് 4 മുതൽ 6 സീറ്റുകൾ വരെയും RLMന് 1 മുതൽ 2 സീറ്റുകൾ വരെയും സർവേ പ്രവചിക്കുകയാണ്. മഹാസഖ്യത്തിലാണെങ്കിൽ RJDക്ക് 60 മുതൽ 65 സീറ്റുകൾ വരെ പറയുന്നു. കോൺഗ്രസിന് 7 മുതൽ 10 സീറ്റുകൾ വരെയാണ് പറയുന്നത്. CPI-MLന് 6 മുതൽ 9 സീറ്റുകൾ വരെ പറയുന്നു. CPIക്ക് ആണെങ്കിൽ 0 മുതൽ 1 സീറ്റ്, CPIMന് 0 മുതൽ 1 സീറ്റ്, VIP 2 മുതൽ 4 സീറ്റുകൾ എന്നിവ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടെടുപ്പ് നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ നവംബർ 14-നാണ് നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ 122 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 243 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് ടോട്ടൽ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് മെട്രിക്സ് ഒരു അഭിപ്രായ സർവേ നടത്തി അത് പുറത്തു വന്നിരിക്കുന്നത് തന്നെ. ബീഹാറിലെ ജനങ്ങളുമായുള്ള സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഭിപ്രായ സർവേ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ. ഇതിനായിട്ട് ബീഹാറിലെ 243 സീറ്റുകളിലുമായിട്ട് ഏകദേശം 48,000 പേരെയാണ് അവർ ഇതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ഈ ഒരു അഭിപ്രായ സർവേയിൽ അഭിമുഖം നടത്തിയിരിക്കുന്നത് തന്നെ. സെപ്റ്റംബർ 18-നും ഒക്ടോബർ 5-നും ഇടയിലാണ് ഈ ഒരു സർവേ നടത്തിയത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു അഭിപ്രായ സർവേ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടെ NDAക്ക് വീണ്ടും വിജയമുണ്ടാകുമെന്നും അധികാരത്തിൽ വരുമെന്നും 150 മുതൽ 160 സീറ്റുകൾ നേടാനാകുമെന്നും പറയുന്നു മെട്രിക്സ്. 70 മുതൽ 80 സീറ്റുകൾ മഹാസഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുമെന്നും അവർക്ക് അധികാരം ലഭിക്കത്തില്ല എന്നും വ്യക്തമാക്കുന്നു മെട്രിക്സ് സർവേ. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കുന്നു. അതിനിടയിൽ
പല സർവേകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ പ്രകാരം അവിടെ NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. തീർച്ചയായും സർവേകൾ പോലെ തന്നെ സംഭവിക്കുമോ? ബീഹാറിൽ ഒരു അട്ടിമറി ഉണ്ടാകത്തില്ലേ? അവിടെ NDA തന്നെ തുടരുമോ എന്നുള്ളതും, അതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാറ്റ് ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയാം.